അസ്സലാമു അലൈക്കും. ഈ നോമ്പ് കാലത്ത് വളരെ പുതുമയോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കുമായാണ് ഞാൻ വന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ ടൈമൊന്നും പോകില്ല ഇത് ഉണ്ടാക്കാൻ. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത്രയും ടേസ്റ്റാണ് ഇതിന്. ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായാൽ 3 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി ഇതിട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയാണ്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷാക്കിയതാണ്. ഒരു വലിയ ഇഞ്ചി കഷ്ണവും ഒരു 6 വെളുത്തുള്ളി അല്ലിയും 3 പച്ചമുളകും കൂടി ക്രഷാക്കിയതാണ്. കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇനി മൂടി തുറക്കാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് പച്ച മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷാക്കിയത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 3 കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. മൊത്തത്തിലങ്ങ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തുറക്കാം. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് ബീഫ് കുക്കറിൽ 4 വിസിൽ പുഴുങ്ങിയെടുത്തതാണ്. അത് ഒന്ന് ചെറിയ മിക്സി ജാറിൽ ക്രഷാക്കി എടുത്തിരുന്നു. അതേപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിലൊന്ന് ഒരു വിസിലടിച്ചെടുത്തതാണ്. അതും തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കണം. മൊത്തത്തിലങ്ങ് യോജിപ്പിക്കണം. എല്ലാം കൂടി നല്ലോണം മിക്സ് ആകണം. മസാലയും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബീഫും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് യോജിപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഇത്രയും മതി. കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആളില്ലെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം. നേരത്തെ മസാലയില്ലേ, അതിൽ നിന്ന് പകുതി മസാല എടുത്തിരുന്നു. അത് ഇതുപോലെ ബോൾ ഷേപ്പാക്കി എടുക്കണം. ഒരു ബ്രെഡിന് കറക്റ്റായിട്ട് വേണം ബോൾ ഷേപ്പാക്കി എടുക്കാൻ. ഇതേപോലെ കുറയുകയും ചെയ്യരുത്, കൂടുകയും ചെയ്യരുത്. കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബ്രെഡായി പെട്ടെന്ന് മുക്കിയെടുക്കണം. 2 ഭാഗവും മുക്കിയെടുത്തിട്ട് ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. നന്നായി ടച്ച് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഓരോ ബോൾ ഷേപ്പും ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഈ മസാല തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് മസാല ഇതിന് ഉപയോഗിക്കാം. വെജിറ്റബിൾ ആയാലും മുട്ട മസാലയായാലും അതുപോലെ തന്നെ ചിക്കൻ മസാലയായാലും ഷവർമര മസാല ഏത് ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ ഹോൾസിലെ ഭാഗം നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ വീണ്ടും കോട്ടിങ് വരുന്നുണ്ട് ബ്രെഡിൻ്റെ തന്നെ. അതുകൊണ്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അതേപോലെ തന്നെ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇത് മുക്കിയെടുക്കണം. എല്ലാം കൂടി ഉണ്ടാക്കിയ ശേഷം ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കിയെടുക്കരുത്. ഓരോന്നായി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതേപോലെ മുക്കിയെടുക്കണം. അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. അതാണ് പറയുന്നത്. എന്നാലേ നന്നായി ബ്രെഡ് പിടിക്കുകയുള്ളൂ. മൊത്തത്തിലങ്ങ് ആക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഇതാക്കി വെച്ചതാണ്. വൈകുന്നേരമാണ് എടുക്കുന്നത്. ഫ്രിഡ്ജിലുണ്ടായിരുന്നു. കാരണം അതേ സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെക്കണ്ടല്ലോ. വൈകുന്നേരമല്ലേ ഫ്രൈ ആക്കണ്ടു. എണ്ണ നന്നായി തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് വറുത്തു കോരണം. മീഡിയം ഫ്ലെയിമിലും ആക്കരുത്, ലോ ഫ്ലെയിമിലും ആക്കരുത്. കാരണം ഇതിൻ്റെ പുറത്തുള്ള ബ്രെഡേ വേവാനുള്ളൂ. ബാക്കിയെല്ലാം വെന്തതാണ്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായാൽ നമുക്കിത് എടുത്ത് മാറ്റാം. നല്ലൊരു അടിപൊളി സ്നാക്കാണ്. കൂടുതൽ പണിയുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിലുള്ള പണിയുമാണ്, അതേപോലെ തന്നെ ടേസ്റ്റുമാണ്. നിങ്ങൾ ഉണ്ടാക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റൂല. ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കണം. മൊത്തത്തിലങ്ങ് ഇളക്കി ഓരോ ഭാഗവും ഫ്രൈ ആക്കി എടുക്കണം. ലോങ് വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്. ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നത് ടൈമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അത് ഇടാൻ തന്നെ ഭയങ്കര പണിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ നോമ്പിന് പൊതുവെ ഇതാണ് ഇടക്കിടക്കെല്ലാം ഉണ്ടാക്കാറ്. കാരണം കൂടുതൽ പണിയുമില്ല. പരത്തിയും വേണ്ട, കുഴക്കുകയും വേണ്ട, ഒന്നും വേണ്ടല്ല. ടേസ്റ്റും ഉണ്ടല്ല. എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഒരുപാട് തിങ്ങി നിറഞ്ഞ് ഇട്ട് കൊടുക്കരുത്. 3 or 4 അങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല ഇതിന്. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. ഇതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും. ഒരു 2-3 മണിക്കൂർ ഇതുപോലെ തന്നെ ഉണ്ടാകും. നല്ല ക്രിസ്പി ആയിരിക്കും. ഞാനിത് കട്ടാക്കി കാണിച്ചു തരാം.
ഇതേപോലെ ഉള്ളുണ്ടാകും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.